നമുക്കിപ്പം മിനിസ്റ്റർ പി രാജീവ് ചേരുന്നു തത്സമയം. മിനിസ്റ്റർ, വെരി ഗുഡ് ഈവനിങ്. വളരെ ദുഃഖാർദ്രമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം 25 പേരുടെ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതിൽ 23 പേർ സ്ഥിരീകരിച്ചു എന്നാണ് നോർക്ക ഭാരവാഹി അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്താണ് മിനിസ്റ്റർ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മളവിടെ നടത്തുന്നത്? മിനിസ്റ്റർ അവിടെ എത്തുമ്പോഴേക്കും മൃതദേഹങ്ങൾ വിമാനത്തിൽ ഇങ്ങോട്ട് അയക്കുമോ? അതല്ല, മിനിസ്റ്റർ കൂടി അവിടെ ചെന്നതിന് ശേഷമായിരിക്കുമോ വിമാനങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് അയക്കുക? ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് മിനിസ്റ്റർ? ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇത്രയും വലിയ തോതിലുള്ള ജീവനാശം അവിടുത്തെ ഈ തീപിടുത്തത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിൽ നല്ലൊരു പങ്കും മലയാളികളാണെന്നുള്ളത് നമ്മുടെ ദുഃഖത്തെ കുറെ കൂടി ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. ആവശ്യമായിട്ട് നടപടികൾ വേഗത്തിൽ തന്നെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. കേന്ദ്ര വിദേശ സഹമന്ത്രി തന്നെ അവിടെ എത്തിയെന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ്. യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിയും അതിൻ്റെ തുടർച്ചയിൽ ചീഫ് സെക്രട്ടറിയും ഈ മലയാളികളുടെ മൃതദേഹങ്ങൾ സാധാരണ ഡൽഹിയിൽ വന്നിട്ട് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതിൽ വ്യത്യസ്തമായി കൊച്ചിയിലേക്ക് തന്നെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ സിഎമ്മിനും മിനിസ്റ്റർക്കുമെല്ലാം? ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോൾ കുവൈറ്റിൽ തന്നെ ഭരണാധികാരി വിമാനം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ഇന്ത്യയിൽ നിന്നും ഒരു വിമാനം പുറപ്പെടുന്നുവെന്നുമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അല്ല, ചീഫ് സെക്രട്ടറിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. രണ്ട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒന്ന്, നമ്മുടെ തന്നെ വിമാനം, പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ വിമാനമാണെങ്കിൽ ഇതിന് പരിമിതി ഉണ്ടാകും കൊണ്ടുവരുന്നതിന്. എന്നാൽ നമ്മുടെ സൈന്യത്തിൻ്റെ വിമാനമാകുമ്പോൾ ബോഡി കൊണ്ടുവരുന്നതിന് മാത്രമുള്ള സൗകര്യങ്ങളുള്ള വിമാനങ്ങളുണ്ട്. ആ വിമാനം വഴി തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അവരും ഒരു വിമാനം ഏർപ്പാട് ചെയ്യുന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറിയും നോർക്കയും എംബസിയുമായിട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ഏകോപനം നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് കഴിയാവുന്നത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. 15-ാം തീയതി മുതൽ പെരുന്നാൾ ആയതുകൊണ്ട് അവിടെ അവധിയായിരിക്കും. ബാക്കി അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചിലപ്പോൾ ഔദ്യോഗികമായ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നാളെ തന്നെ എല്ലാ മൃതദേഹങ്ങളും നാട്ടിലേക്ക് എത്തിക്കുക, അതായിരിക്കില്ലേ ഇനിയിപ്പോൾ നമ്മളുടെ ലക്ഷ്യം? അതെ, അത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെയോ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നാണ് കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടി സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും നാളെ തന്നെ കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അതാത് ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണവും സർക്കാർ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ചുമതലപ്പെടുത്തിയനുസരിച്ച് ആരോഗ്യ മന്ത്രിയും അതോടൊപ്പം തന്നെ ജീവൻ ബാബു IAS അങ്ങോട്ട് പുറപ്പെടുകയാണ്. അവർ അവിടെ ചെന്നതിന് ശേഷം യൂണിയൻ ഗവൺമെൻറ്റുമായും എംബസിയുമായി ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൂടിയാലോചനയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? കാരണം 25 പേർ 26 ആയേക്കാമെന്നാണ് ഏറ്റവും ഒടുവിൽ ചില കണക്കുകൾ പറയുന്നത്. മലയാളിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ ജീവനക്കാരാണ്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരിൽ കൂടുതലും മലയാളികളാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പിന്തുണ നൽകേണ്ടതുണ്ട്. രാവിലത്തെ കൂടിയാലോചനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായതും എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചതും മിനിസ്റ്റർ? അതെ, നമുക്ക് ഒരു ഇത്തരത്തിലുള്ള അനുഭവം, വിദേശത്ത് വെച്ച് ഇത്രയും ആളുകൾ ഒരു തീപിടുത്തത്തിൽ മരണപ്പെടുന്നു, അത് മലയാളിയുടെ ഒരു സ്ഥാപനത്തിൽ എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ യൂണിയൻ ഗവൺമെൻറ്റുമായി ഇടപെട്ടതിൻ്റെ തുടർച്ചയിൽ രാവിലെ തന്നെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിലാണ് നേരത്തെ പറഞ്ഞ തീരുമാനങ്ങൾ എടുത്തത്. ഇത് കൂടാതെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം നമ്മൾ നൽകിയാലും പകരമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷകളുമായിട്ട് അങ്ങോട്ട് പോയവരാണ് ഇപ്പോൾ ചേവനയേറ്റ ശരീരങ്ങളുമായി തിരിച്ചു വരുന്നത്. എന്നാൽ അവരുടെ കുടുംബങ്ങൾക്ക് തൽക്കാലം ഒരു ആശ്വാസം എന്ന നിലയിൽ 5 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പരിക്ക് പറ്റിയവർക്ക് 1 ലക്ഷം
രൂപയും ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ഈ തീപിടുത്തത്തിൽ പരിക്ക് പറ്റുന്നവരുടെ പരിക്കിൻ്റെ അളവ് എത്രമാത്രം പൊള്ളലേറ്റു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും പ്രായം, ഇങ്ങനെ പല ഘടകങ്ങളുമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അപകട സാധ്യത എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അത്ര എളുപ്പമായിരിക്കുകയില്ല. എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഭരണ സംവിധാനവും നമ്മുടെ എംബസിയും വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് എന്തെല്ലാം തരത്തിൽ ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ ഇവർക്ക് നൽകാൻ കഴിയുമോ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അതാണ് ഇന്ന് മന്ത്രിസഭാ യോഗവും തീരുമാനിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, ഈ മരണമടഞ്ഞവരുടെ വീടുകളിലേക്ക് ഔദ്യോഗിക പ്രതിനിധികൾ പോവുകയോ അവരെ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നോ മിനിസ്റ്റർ? കാരണം ഇന്ന് രാവിലെ നമ്മൾ പല വീടുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കമ്പനിയിൽ നിന്ന്, രാവിലെയാണ്, കമ്പനിയിൽ നിന്നുള്ള പ്രതികരണമോ അതല്ലെങ്കിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളോ ഒന്നും വന്നിരുന്നില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ അതിനുശേഷം NBTCയിലെ കമ്പനി ഭാരവാഹികൾ തന്നെ അവരെ ബന്ധപ്പെട്ടു എന്നാണ് അറിയുന്നത്. 8 ലക്ഷം രൂപ വീതം ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നോ? അതിപ്പോൾ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചതനുസരിച്ചാണ്. ഇപ്പോൾ മന്ത്രിമാർ തന്നെ കഴിയാവുന്നിടത്തോളം വീടുകളിലേക്ക് പോകുന്നുണ്ട്, മറ്റു രൂപത്തിൽ അറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷമാണ് അത്രയും കാര്യങ്ങൾ ജില്ലാ ഭരണ സംവിധാനം വഴി അതാത് വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാ ജില്ലാ കളക്ടർമാരും ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ യൂണിയൻ ഗവൺമെൻറ്റും എംബസിയും ചേർന്ന് നിന്ന് സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില NRI ബിസിനസ്മാൻമാർ ചില സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയും ഇപ്പോൾ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാഗതാർഹമായ കാര്യമാണ്. നഷ്ടം നികത്താൻ കഴിയുന്നതല്ലെങ്കിൽ പോലും വലിയ പ്രതീക്ഷകളുമായ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാൻ അത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു മിനിസ്റ്റർ. നമുക്കൊപ്പം ചേർന്നതിന് മിനിസ്റ്ററാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്. മിനിസ്റ്റർ വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി, അല്പസമയത്തിനുള്ളിൽ കുവൈറ്റിലെത്തും. അവിടെ എത്തിയതിനു ശേഷം എംബസിയുമായും കേന്ദ്ര സർക്കാരുമായും കുവൈറ്റിലെ അധികാരികളുമായും ചേർന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ P. രാജീവ് അറിയിച്ചിരിക്കുന്നത്.